എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. തോൽവിറക് സമരം നടന്ന ജില്ല. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടെയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നത്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് എന്ന പ്രക്രിയയാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം. ലൈസോസോമാണ് സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര് ആംബ്ലിയോപ്പിയ. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേരാണ് ആംബ്ലിയോപ്പിയ. തുരിശിൻ്റെ രാസനാമം. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്നതാണ് തുരിശിൻ്റെ രാസനാമം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. ജമ്മു കശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത്. ജമ്മു കശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമുവാണ് ജമ്മു കശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത്. പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ. പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ. ഉർജിത് പട്ടേലാണ് പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്ക. സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക മത്സ്യ. മത്സ്യയാണ് മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക. തീരദേശ സംരക്ഷണ ദിനം. തീരദേശ സംരക്ഷണ ദിനം എന്നാണ് ഫെബ്രുവരി 1. ഫെബ്രുവരി 1-നാണ് തീരദേശ സംരക്ഷണ ദിനം. കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ബംഗാൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. മീഥേനാണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഉദാഹരണം. മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഉദാഹരണം ചന്ദനം. ചന്ദനമരമാണ് മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിനുള്ള ഒരു ഉദാഹരണം. ധാതുസമ്പത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ധാതുസമ്പത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ധാതുസമ്പത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു ലിഗ്നൈറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ലിഗ്നൈറ്റ് നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച
ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. തമിഴ് ഭാഷയാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ത്രിപുരയാണ് 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമേത്? ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡാണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളാണ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്? ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഹാരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? ഹാരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നി. ദയാറാം സാഹ്നിയാണ് ഹാരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗാ നദിയിലൂടെയാണ്. NW1 ദേശീയ ജലപാത ഗംഗാ നദിയിലൂടെയാണ്. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 15. 1959 സെപ്റ്റംബർ 15-നാണ് ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത്. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം? സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി. ഭൂമിയാണ് സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏത്? മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ചുവപ്പ്. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ചുവപ്പാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നതാണ്? വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നതാണ്? നോവൽ. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി നോവൽ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് A.O. ഹ്യൂം സ്ഥാപിച്ചത്. കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി A.B. വാജ്പേയി. പ്രധാനമന്ത്രിയായിരുന്ന A.B. വാജ്പേയി ആയിരുന്നു കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. തിരുവിതാംകൂറിൽ കൃഷിവകുപ്പ് ആരംഭിച്ച ഭരണാധികാരി? തിരുവിതാംകൂറിൽ കൃഷിവകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിൽ കൃഷിവകുപ്പ് ആരംഭിച്ച ഭരണാധികാരി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും
തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 39D. ഭരണഘടനാ അനുച്ഛേദം 39Dയിലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? കൊല്ലം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം സോഡിയം. സോഡിയമാണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. പാമീറാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖടക് വാസ്ല. ഖടക് വാസ്ലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ്. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹെയ്റ്റ്സ്. ഐസോഹെയ്റ്റ്സ് എന്ന രേഖകളാണ് ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകൾ. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. രംഗസ്വാമി കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രംഗസ്വാമി കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. രംഗസ്വാമി കപ്പ് ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴം. വ്യാഴത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്. അഹാഡ്സ് ഏതു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അഹാഡ്സ് ഏതു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അട്ടപ്പാടി. അട്ടപ്പാടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അഹാഡ്സ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന അവയവം. പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡർ അവയവത്തിലാണ് പിത്തരസം സംഭരിച്ചു വയ്ക്കുന്നത്. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം വൈറസ്. വൈറസ് മൂലമാണ് അരിമ്പാറ ഉണ്ടാകുന്നത്. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്ന ചാണ്ടി. അന്ന ചാണ്ടിയാണ് തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത്. തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം. തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഒരു അനുതാപം. ഒരു അനുതാപം എന്ന വിലാപകാവ്യമാണ് തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം ഡെക്കാൻ. ഡെക്കാനാണ് ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 5ാമത്തെ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? 41 ദിവസം. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ 41 ദിവസമാണ് വേണ്ടത്. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം കേരള നടനം.
കേരള നടനമാണ് കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഭാഗം. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഭാഗം കൺപോളകൾ. കൺപോളകളാണ് കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഭാഗം. കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത വ്യക്തി. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത വ്യക്തി ടി.വി. ഈച്ചര വാര്യർ. ടി.വി. ഈച്ചര വാര്യരാണ് കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത വ്യക്തി. വെള്ളാരങ്കല്ല് രാസപരമായി അറിയപ്പെടുന്നത്. വെള്ളാരങ്കല്ല് രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ് വെള്ളാരങ്കല്ല് രാസപരമായി അറിയപ്പെടുന്നത്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ PRS പിള്ള. PRS പിള്ളയാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഷാജി N. കരുൺ. ഷാജി N. കരുണാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡിഫ്തീരിയ. ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടതാണ് ഷിക് ടെസ്റ്റ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. BR അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡ്. സിനോ ആട്രിയൽ നോഡ്. SA നോഡാണ് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്രബോസ്. ജഗദീഷ് ചന്ദ്രബോസാണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം രാജ്ഹാര കുന്നുകൾ. രാജ്ഹാര കുന്നുകളിൽ നിന്നുമാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഏതെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററാണ് ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോട് നിന്നായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് കോഴിക്കോട് നിന്നുമായിരുന്നു. പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത്. പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത് ഇടശ്ശേരി. ഇടശ്ശേരിയാണ് പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത്. കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത്. കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയാണ് കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത്. ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 1885 വരെ. 1885 വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി. ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതങ്കിനി ഹസ്ര. മാതങ്കിനി ഹസ്രയാണ് ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി.
ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ബെറിലിയം. ബെറിലിയം എന്ന ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്. ലോക ഗണിത ദിനം. ലോക ഗണിത ദിനം മാർച്ച് 14. മാർച്ച് 14 ലോക ഗണിത ദിനം. ദേശീയ ഗണിത ദിനം. ദേശീയ ഗണിത ദിനം ഡിസംബർ 22. ഡിസംബർ 22 ദേശീയ ഗണിത ദിനം. ശനിയുടെ ഏത് ഉപഗ്രഹമാണ് ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത്? ശനിയുടെ ഏത് ഉപഗ്രഹമാണ് ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത്? മിമാസ്. ശനിയുടെ ഉപഗ്രഹമായ മിമാസ് ആണ് ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നതെന്ന്? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത് 1894 ജൂൺ 23. 1894 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത്. ലോക സമുദ്ര ദിനം. ലോക സമുദ്ര ദിനം ജൂൺ 8. ജൂൺ 8 ലോക സമുദ്ര ദിനം. എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ട്? എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ട്? ക്വാവറണ്ടോ. ക്വാവറണ്ടോ എന്ന റിട്ടാണ് എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ട്. നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവ്? നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനാണ് നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവ്. പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ? പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ PN ഭഗവതി. PN ഭഗവതിയാണ് പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചത്. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത്? കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആയിരുന്നു കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷം നീണ്ടുനിന്നു? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷമാണ് നീണ്ടുനിന്നത്? 190 വർഷം. 190 വർഷമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം നീണ്ടുനിന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ്. ക്രയോജനിക്സ് എന്നാണ് വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്? ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്? കമ്പനം. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹം? ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹം. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരിക്കുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി എവറസ്റ്റ്. എവറസ്റ്റ് ആണ് ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ബീഹാർ. ബീഹാർ സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്. പട്ടുനൂൽപ്പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം? പട്ടുനൂൽപ്പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം സെറിസിൻ. സെറിസിൻ എന്ന മാംസ്യമാണ് പട്ടുനൂൽപ്പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. 29,032 അടി. 8848.86 മീറ്ററാണ് പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം. കണ്ണുനീരിൽ കാണുന്ന ലോഹം? കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക്. കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.